നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ലോകത്ത് സമാധാനം ഒരിക്കലും തങ്ങൾ കൊടുക്കില്ല, ഫലസ്തീനെ എന്നും പിച്ചു ചീന്തിക്കൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞ് അട്ടഹസിക്കുന്ന ഇസ്രയേൽ എന്ന തെമ്മാടികളെ മാത്രം കൃത്യമായി ഇറക്കി, കളത്തിലിറക്കി മറ്റ് പല രാജ്യങ്ങളിലേക്കും അധിനിവേശം നടത്താൻ ശ്രമിക്കുന്ന ഇസ്രയേൽ എന്ന വലിയ സാമ്രാജ്യത്തെ പിടിച്ചു കെട്ടിയിരിക്കുകയാണ് ഇറാൻ. ഇസ്രയേലിൻ്റെ കമ്മ്യൂണിക്കേഷൻസും അവരുടെ ഇപ്പോഴത്തെ വ്യോമയാന പാതകളും പരിപൂർണമായി ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ഇറാൻ്റെ സമാനതകളില്ലാത്ത മിന്നൽ പ്രകടനം ലോകരാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തുകയാണ്. എന്തൊരു ചങ്കൂറ്റമാണ്, എന്തൊരു കരളുറപ്പാണ് ഇറാന് എന്ന് പറയാതിരിക്കാൻ വയ്യ. പ്രശംസകൾക്കപ്പുറത്തേക്കാണ് ആയത്തുള്ള അലി ഖമനിയുടെ പുത്രൻ മൊജ്തബ ഖമേനി ഏറ്റവും ഗംഭീരമായി ഇസ്രയേലിനെ വരിഞ്ഞു കെട്ടുന്നത്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ബെഞ്ചമിൻ നെതന്യാഹു എന്ന വ്യക്തി ഭയചകിതനായി ഇരിക്കുന്നു എന്നത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ തകർച്ച, വിപത്ത്. ഇസ്രയേലിന് ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകാത്ത വിധത്തിൽ തളയ്ക്കുക എന്നുള്ളതാണ്. വലിയ നഷ്ടം ഈ യുദ്ധക്കെടുതി കൊണ്ട് ഇസ്രയേലിനുണ്ടായിട്ടുണ്ട്. ഇറാൻ ചോദിക്കുന്നത് കൃത്യമായും നാശനഷ്ടങ്ങൾക്ക് അവർക്ക് പരിഹാരം വേണം. അവരുടെ റീബിൽഡിങ്, അതിനു വേണ്ടിയുള്ള പാക്കേജാണ് അമേരിക്കയോട് ചോദിക്കുന്നത്. ഇസ്രയേലിനോട് ഒരു സന്ധിയുമില്ല. ഒരു രീതിയിലും ചെകുത്താന്മാരോട് സന്ധി ചെയ്യാൻ ഇറാന് കഴിയില്ല. ഇറാനെ ചാപ്പ കുത്താനും ഇറാൻ ആഗോള ഭീകരതയുടെ ഈറ്റില്ലമാണെന്ന് വരുത്തി തീർത്ത് പട്ടിയെ പേപ്പട്ടിയാക്കുന്ന പോലെ ആടിനെ പട്ടിയാക്കുന്നു, പിന്നെ പട്ടിയെ പേപ്പട്ടിയാക്കുന്നു. ഈ ഒരു തന്ത്രമാണ് അമേരിക്ക കാലങ്ങളായി പിന്തുടർന്നു കൊണ്ടിരിക്കുന്നത്. ഇറാനിൽ നിന്നും എണ്ണ ഊറ്റിയെടുത്ത് അവിടെ നിന്നുമുള്ള ധാതുക്കൾ അടിച്ചു മാറ്റി അവരെ പാപ്പരാക്കി അവരെ എങ്ങനെയൊക്കെയാണ് നശിപ്പിക്കാൻ കഴിയുക ആ രീതിയിലൊക്കെ അവരെ തകർത്തെറിയാൻ, ഇറാഖിൽ സംഭവിച്ചതുപോലെ ഇറാനിൽ ആവർത്തിപ്പിക്കാൻ അമേരിക്ക കിണഞ്ഞു പരിശ്രമിച്ചു. പക്ഷേ ഫലമെന്ന് പറയുന്നത് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചു. ഇറാൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കങ്ങളാണ് ഏറ്റവും ശ്രദ്ധേയം. നോക്കൂ, ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ വീക്ഷിക്കേണ്ടത്. അവരുടെ കയ്യിൽ ബ്രഹ്മാണ്ഡ സാമഗ്രികളൊന്നും തന്നെ ഇല്ല. എന്നാൽ അവർ ഉള്ളത് വെച്ച് ഏറ്റവും ശക്തമായി അടിച്ചതിന് ശേഷം അവരെടുക്കുന്ന നിലപാടാണ് ലോകരാജ്യങ്ങളെ ഏറ്റവും കൂടുതൽ വിറളി പിടിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും അമേരിക്കൻ സാമ്രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിറളി പിടിപ്പിക്കുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ട്രംപിൻ്റെ കീഴിൽ സുരക്ഷിതമാണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ തെറ്റി എന്ന് കൃത്യമായി വിളിച്ചോതുകയാണ് ഇറാൻ. ഗൾഫ് രാജ്യങ്ങൾ, GCC രാജ്യങ്ങൾ ഒരുമിച്ച് തീരുമാനമെടുക്കുന്നത് അമേരിക്കയ്ക്ക് പ്രതികൂലമായി ഭവിക്കുമെന്ന് ട്രംപിന് നന്നായി അറിയാം. അപ്പോൾ യുദ്ധം എങ്ങനെയും അവസാനിപ്പിച്ചേ പറ്റൂ. യുദ്ധം എങ്ങനെയും എന്ത് വില കൊടുത്തും അവസാനിപ്പിക്കേണ്ടത് അമേരിക്കയുടെ ഉത്തരവാദിത്തമായി മാറുന്നു. അവിടെയാണ് ഇറാൻ സമ്മർദ്ദ തന്ത്രങ്ങളിൽ മുന്നേറുന്നത്.